നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ മൂന്നാമത്തെ റൗണ്ടിൽ ഗുകേഷും ഡിങ്ങും കളിച്ചിട്ടുള്ള ഗെയിം ഒന്ന് നിരീക്ഷിക്കാം. മത്സരത്തിലെ 3 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ 1.5 പോയിന്റ് വീതം പങ്കിട്ടുകൊണ്ട് സമനില പാലിക്കുന്നു. വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഗുകേഷ് ആദ്യ ഗെയിം പരാജയപ്പെടുകയും രണ്ടാമത്തെ ഗെയിം സമനിലയാവുകയും ചെയ്യുമ്പോൾ ഡിങ് 1 പോയിന്റ് ലീഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ മൂന്നാമത്തെ റൗണ്ട് ഗുകേഷ് ജയിക്കുന്ന സമയത്ത് പോയിന്റിൽ ഒരു സമനില പാലിക്കുന്നതിന് ഗുകേഷിന് സാധിച്ചു. ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ മൂന്നാമത്തെ റൗണ്ട് വളരെ ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. പോൺ d4, knight f6, knight f3, പോൺ d5, പോൺ c4. ക്യൂൻസ് ഗാംബിറ്റിലാണ് ഈ ഒരു ഗെയിം നടന്നിട്ടുള്ളത്. പോൺ e6, ഡിങ് ഈ ഒരു പൊസിഷനിൽ അക്സെപ്റ്റഡ് വേരിയേഷൻ ഒഴിവാക്കുന്നു. c takes d5, ഡിക്ലൈൻ വേരിയേഷനിൽ എക്സ്ചേഞ്ച് വേരിയേഷനിലേക്ക് ഗുകേഷ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. e takes d5, knight c3, പോൺ c6, ബിഷപ്പ് g5 അല്ലെങ്കിൽ ക്യൂൻ c2 എന്നീ നീക്കങ്ങളാണ് നടത്തുവാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ ഒരു പൊസിഷനിൽ കളിക്കാറുള്ളത് ബിഷപ്പ് g5 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ പിൻ ചെയ്യാറാണ്. ക്യൂൻ c2, പോൺ g6 എന്ന നീക്കം നടത്തുന്നതിൻ്റെ ലക്ഷ്യം ബിഷപ്പ് f5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. പോൺ h3 എന്ന നീക്കം നടത്തിക്കൊണ്ട് g4 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. h3 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം ബിഷപ്പ് g4 അല്ലെങ്കിൽ നൈറ്റ് g4 എന്നീ നീക്കങ്ങൾ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല. പകരം ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് g6 എന്ന ഒരു നീക്കം നടത്തുമ്പോൾ ബിഷപ്പ് f5 എന്നൊരു നീക്കം നടത്തുവാനുള്ള സാധ്യതയാണ് വൈറ്റ് മുൻകൂട്ടി കാണുന്നത്. ബിഷപ്പ് f5, ബിഷപ്പ് ഉപയോഗിച്ച് ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ b3, b7-ലിരിക്കുന്ന പോണിനെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. ക്യൂൻ b6, ബ്ലാക്ക് ഒരു ക്യൂൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. കാരണം എല്ലാ പീസുകളെയും വളരെ പെട്ടെന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ബ്ലാക്കിന് വളരെയധികം ഗുണം ചെയ്യും. പോൺ g4, എന്നാൽ വൈറ്റ് ക്യൂവിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം g4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ആക്രമിക്കുന്നു. ക്യൂൻ ടേക്സ് b3, ബിഷപ്പിനെ ആക്രമിക്കുമ്പോൾ ബിഷപ്പിനെ സംരക്ഷിക്കുന്നതിന് പകരം ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ക്യൂവിനെ ക്യാപ്ചർ ചെയ്യുന്നു. a ടേക്സ് b3. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും പോൺ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ വൈറ്റിന് ക്യൂൻ സൈഡിൽ ഡബിൾ പോണുകളാണ് ഉള്ളത്. ബ്ലാക്കിൻ്റെ h5 എന്ന നീക്കത്തോടു കൂടി കിങ് സൈഡിലെ പോൺ സ്ട്രക്ചറും മോശമാക്കി എടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുമായിരുന്നു. എന്നാൽ ഈ ഒരു പൊസിഷനിൽ b3-യിലുള്ള പോണിനെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കും എന്നുള്ളത് വളരെ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിരുന്നു ക്യൂൻ c2, h3 തുടങ്ങിയ നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ബിഷപ്പ് c2, ബിഷപ്പ് ഉപയോഗിച്ച് വൈറ്റിൻ്റെ b3-യിലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് c2 എന്ന നീക്കം ഗുകേഷിന് വളരെ അഭിമാനിക്കാവുന്ന ഒരു നീക്കമാണ്. കാരണം ഗുകേഷ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത നീക്കങ്ങളെല്ലാം ചെസ് ബോർഡിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഗുകേഷിന് സാധിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു നീക്കം ബ്ലാക്കിൻ്റെ ഒരു മിസ്റ്റേക്ക് മൂവായി നമുക്ക് കാണാം. കാരണം ഒരു ബിഷപ്പ് ട്രാക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ഗുകേഷ് ഈ ഒരു ഗെയിമിൽ പ്ലാൻ ചെയ്തിരുന്നത്. ബിഷപ്പ് f4, വൈറ്റിനെ ആക്രമിക്കുന്നു. പോൺ h5 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ കിങ് സൈഡിലുള്ള പോൺ സ്ട്രക്ചർ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. റൂക്ക് g1, g4-ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. h takes g4,
എച്ച് ടേക്സ് G4. ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ബ്ലാക്ക് നീക്കങ്ങൾ നടത്തുന്നു, വൈറ്റ് ബ്ലാക്കിൻ്റെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഗെയിമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വൈറ്റ് ഉദ്ദേശിച്ച ഒരു പൊസിഷൻ നിലനിർത്തിക്കൊണ്ടാണ് ബ്ലാക്കിൻ്റെ എല്ലാ ആക്രമണങ്ങൾക്കും ഡിഫെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നൈറ്റ് D7, നൈറ്റ് D2, B3യിലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. റൂക്ക് G8, G5 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ നീക്കം നടത്തുവാനുള്ള സ്ക്വയറുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ബ്ലാക്ക് ലക്ഷ്യം വയ്ക്കുന്നത്. പോൺ G5, ബ്ലാക്കിൻ്റെ പോൺ മൂവ് ബ്ലോക്ക് ചെയ്യുകയും F6ലിരിക്കുന്ന നൈറ്റിന് ഒരു ആക്രമണം നൽകുകയും ചെയ്യുന്നു. നൈറ്റ് H5, നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് H2, റൂക്ക് H8, ഒരു ഡിസ്കവേർഡ് അറ്റാക്കിലൂടെ ബിഷപ്പിനെ ആക്രമിക്കുക എന്നുള്ളതാണ് ബ്ലാക്ക് ലക്ഷ്യം വയ്ക്കുന്നത്. പോൺ F3, വൈറ്റിൻ്റെ ബിഷപ്പിന് നീക്കം നടത്തുവാനുള്ള ഓരോ സ്ക്വയറുകളായി പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നു. നൈറ്റ് G7, NG7 എന്ന നീക്കം നടത്തിക്കൊണ്ട് H2വിലിരിക്കുന്ന ബിഷപ്പിനെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. ബിഷപ്പ് G3, റൂക്ക് H5, G5വിലിരിക്കുന്ന പോണിനെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. പോൺ E4, വൈറ്റിൻ്റെ ബിഷപ്പിന് തിരിച്ചു പോകുവാനുള്ള വഴി ബ്ലോക്ക് ചെയ്യുന്നു. D takes E4, F takes E4. ബിഷപ്പ് C2 എന്ന നീക്കം നടത്തിയതിന് ശേഷം ബിഷപ്പ് ട്രാപ്പായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ഡിങ് ബിഷപ്പിനെ രക്ഷിക്കുവാനുള്ള പരമാവധി എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. നൈറ്റ് E6, D4ലിരിക്കുന്ന പോണിനെ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. റൂക്ക് C1, റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ ആക്രമിക്കുന്നു. നൈറ്റ് ടേക്സ് D4, ബിഷപ്പിന് ഒരു സംരക്ഷണം നൽകുന്നു. ബിഷപ്പ് F2 എന്ന നീക്കം നടത്തിക്കൊണ്ട് D4ലിരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുന്നു. നൈറ്റ് ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ബിഷപ്പിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. ബിഷപ്പ് G7, നൈറ്റ് E2, NE2 എന്ന നീക്കം നടത്തിക്കൊണ്ട് D4ലിരിക്കുന്ന നൈറ്റിനെ ബിഷപ്പും നൈറ്റും ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. നൈറ്റ് ടേക്സ് B3, പോണിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ റൂക്കിനെ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. റൂക്ക് ടേക്സ് C2, ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിന് ഒരു ബിഷപ്പ് നഷ്ടപ്പെടുന്നു. നൈറ്റ് ടേക്സ് D2, കിങ് ടേക്സ് D2, നൈറ്റ് E5, NF3 എന്ന നീക്കം നടത്തിക്കൊണ്ട് കിങ്ങിനെയും റൂക്കിനെയും ഒരു ഫോർക്കിംഗ് ചെക്കിലൂടെ ആക്രമിക്കുക എന്നുള്ളതാണ് ബ്ലാക്കിൻ്റെ NE5 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം. നൈറ്റ് D4, F3 എന്ന സ്ക്വയർ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നു. റൂക്ക് D8 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ പിൻ ചെയ്യുന്നു. നൈറ്റ് പിന്നിങ്ങിലായതുകൊണ്ട് F3 എന്ന സ്ക്വയറിലേക്ക് ബ്ലാക്കിൻ്റെ നൈറ്റിനെ നീക്കം നടത്തുവാൻ സാധിക്കുന്നു. കിങ് E2, കിങ്ങിനെ മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ പിന്നിങ്ങിൽ നിന്ന് ഒഴിവാക്കുന്നു. റൂക്ക് H2, F2ലിരിക്കുന്ന ബിഷപ്പിനെ പിന്നിങ്ങിലാക്കുന്നു. ഈ ഒരു നീക്കത്തിൻ്റെ ലക്ഷ്യം ബിഷപ്പ് ഉപയോഗിച്ചാണ് D4ലിരിക്കുന്ന നൈറ്റിന് സംരക്ഷണമുള്ളത്. ബിഷപ്പിനെ പിൻ ചെയ്യുന്നതോടുകൂടി നൈറ്റിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. ബിഷപ്പ് G2, വൈറ്റിൻ്റെ ബിഷപ്പിനെ മിഡിൽ ഗെയിമിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഡെവലപ്പ് ചെയ്യുവാൻ സാധിക്കുന്നത്. പോൺ A6, പോൺ B3, റൂക്ക് D7, റൂക്ക് C1. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിൻ്റെ റൂക്കുകളെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ മൈനർ പീസുകളും
പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുവാൻ സാധിക്കും. കിങ് E7, കിങ്ങിനെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. റൂക്ക് CD1, കിങ് E8, ബിഷപ്പ് G3, ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യുന്നു. റൂക്ക് H5, വൈറ്റിൻ്റെ ഒറ്റപ്പെട്ട പോണുകളെ ക്യാപ്ചർ ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തോടെ G5-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. നൈറ്റ് F3, നൈറ്റ് ടേക്സ് F3, കിങ് ടേക്സ് F3. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിന് 2 പോണുകൾ കൂടുതലുണ്ടെങ്കിൽ പോലും വൈറ്റിൻ്റെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിന് ബ്ലാക്കിന് സാധിക്കുന്നില്ല. ബിഷപ്പ് D4, G1-ലിരിക്കുന്ന റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് H1, വൈറ്റ് ഒരു റൂക്ക് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. റൂക്ക് ടേക്സ് G5, എന്നാൽ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം G5-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ബിഷപ്പ് H3, D7-ലിരിക്കുന്ന റൂക്കിനെ ആക്രമിക്കുന്നു. എന്നാൽ റൂക്കിനെ മറ്റൊരു ഫയലിലേക്ക് നീക്കം നടത്തുകയാണെങ്കിൽ D4-ലിരിക്കുന്ന ബിഷപ്പിന്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. റൂക്ക് E8 എന്ന ഒരു നീക്കം നടത്തുകയാണെങ്കിൽ ബിഷപ്പ് H4 എന്ന ഒരു നീക്കം നടത്തുമ്പോൾ റൂക്ക് കൂടി നഷ്ടപ്പെടുന്നു. പോൺ F5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പ് കൊണ്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുന്നു. ബിഷപ്പ് F4, G5-ലിരിക്കുന്ന റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് H5, ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിന് പരാജയം സംഭവിക്കുന്നു. ഈ ഒരു പൊസിഷനിൽ തുടർന്ന് നീക്കങ്ങൾ നടക്കുകയായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ബിഷപ്പ് ടേക്സ് F5, റൂക്ക് ടേക്സ് H1, ബിഷപ്പ് ടേക്സ് D7 ചെക്ക്, കിങ് ടേക്സ് D7, റൂക്ക് ടേക്സ് H1. ഇനി ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കും. ബ്ലാക്കിൻ്റെ 5ാമത്തെ നീക്കത്തിൽ C6 എന്ന നീക്കം നടത്തുമ്പോൾ ക്യൂൺ C2 എന്ന നീക്കം നടത്തിയതായിരുന്നു ഈ ഒരു ഗെയിമിൽ ഗുകേഷ് വിജയിക്കുവാൻ ഉപയോഗിച്ച നീക്കം. എന്നാൽ അതിനു പകരം ബിഷപ്പ് G5 എന്ന നീക്കം നടത്തുകയായിരുന്നു എങ്കിൽ ഏത് രീതിയിലാണ് ഈ ഗെയിം മുന്നോട്ട് പോവുക എന്ന് നമുക്ക് നോക്കാം. ബിഷപ്പ് G5, ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് E7, പോൺ E3, നൈറ്റ് D7, ബിഷപ്പ് D3, നൈറ്റ് E4, ബിഷപ്പ് ടേക്സ് E4, ബിഷപ്പ് ടേക്സ് G5, നൈറ്റ് ടേക്സ് G5. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് വളരെ ശക്തമായ ഒരു ആക്രമണം അഴിച്ചുവിടുവാൻ വൈറ്റിന് സാധിച്ചിട്ടുണ്ട്. നമുക്ക് തുടർന്നുള്ള നീക്കങ്ങൾ ഒന്ന് നിരീക്ഷിക്കാം. ക്യൂൺ ടേക്സ് G5, പോൺ H4, ക്യൂൺ E7, ബിഷപ്പ് D3, കിങ് സൈഡ് കാസ്ലിംഗ്, ക്യൂൺ F3, നൈറ്റ് F6, പോൺ A3, ബിഷപ്പ് G4, ക്യൂൺ F4, ബിഷപ്പ് H5, റൂക്ക് C1, റൂക്ക് Fe8, നൈറ്റ് A4, നൈറ്റ് ഉപയോഗിച്ച് C5 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം വൈറ്റ് ഏറ്റെടുക്കുന്നു. ബിഷപ്പ് G6, ബിഷപ്പ് E2, പോൺ H6. ഈ ഒരു പൊസിഷനിൽ ലേറ്റ് സ്ക്വയർ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എൻഡ് ഗെയിം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വൈറ്റിന് നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കും. കാരണം ബ്ലാക്കിൻ്റെ പോണുകൾ കൂടുതലും ലൈറ്റ് സ്ക്വയറിലും വൈറ്റിൻ്റെ പോണുകൾ ഡാർക്ക് സ്ക്വയറിലുമായതുകൊണ്ട് ലൈറ്റ് സ്ക്വയർ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് പോണുകളെ ആക്രമിക്കുവാൻ സാധിക്കുകയില്ല. വൈറ്റ് KD2 എന്ന നീക്കം നടത്തിയതിനു ശേഷം ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് വൈറ്റിൻ്റെ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പൊസിഷനാണ് ഇപ്പോൾ നമ്മൾ ചെസ് ബോർഡിൽ കാണുന്നത്. ഇനി നമുക്ക് വൈറ്റിൻ്റെ 9ാമത്തെ നീക്കം G4 എന്ന നീക്കത്തിന് പകരം ക്യൂൺ ടേക്സ്
B6 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. Queen takes B6, A takes B6. ബ്ലാക്കിന് ഒരു സെമി ഓപ്പൺ ഫയൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിരിക്കുന്നു. പോൺ G4 ബിഷപ്പിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് E6, BG2, പോൺ B4, നൈറ്റ് G5, ബിഷപ്പ് ടേക്സ് C3 ചെക്ക്, B ടേക്സ് C3. വൈറ്റിൻ്റെ എ ഫയലിൽ ഒരു ഐസൊലേറ്റഡ് പോൺ സൃഷ്ടിക്കപ്പെടുന്നു. നൈറ്റ് BD7, പോൺ A4. വൈറ്റിൻ്റെ A4ലുള്ള പോൺ പിന്നീട് നഷ്ടപ്പെടും. പോൺ H6, നൈറ്റ് ടേക്സ് E6, F ടേക്സ് E6, കിങ് D2, പോൺ B5. B5-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കില്ല, കാരണം ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് A1-ൽ ഇരിക്കുന്ന റൂക്കിനെ ക്യാപ്ചർ ചെയ്യും. പോൺ F5, നൈറ്റ് B6, കിങ് C2, നൈറ്റ് C4, ബിഷപ്പ് F4, കിങ് F7, കിങ് D3, റൂക്ക് A6, പോൺ E4, നൈറ്റ് ടേക്സ് A5. വൈറ്റ് ക്യൂൺ ടേക്സ് B6 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ ചെസ് ബോർഡിൽ ഒരു എൻഡ് ഗെയിം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ബ്ലാക്കിനെ വിജയിക്കുവാൻ സാധിക്കുമായിരുന്നു. ബ്ലാക്കിൻ്റെ 10ാമത്തെ നീക്കത്തിൽ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് പോണിനെ ആക്രമിക്കുമ്പോൾ നൈറ്റ് D2 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് പോണിനെ സംരക്ഷിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. നൈറ്റ് D2 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ C1-ലിരിക്കുന്ന ബിഷപ്പിനെ മുൻപിലോട്ട് നീക്കം നടത്തുവാൻ സാധിക്കാതെ വരികയും പീസ് ഡെവലപ്മെൻറ്റിന് താമസം നേരിടുകയും ചെയ്യുന്നു. H5 എന്ന നീക്കത്തിന് പകരം ബിഷപ്പ് ടേക്സ് B3 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ബിഷപ്പ് ടേക്സ് B3 എന്ന നീക്കം നടത്തുമ്പോൾ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് B8-ലിരിക്കുന്ന നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുകയും അതിനുശേഷം റൂക്ക് ഉപയോഗിച്ച് റീക്യാപ്ചർ ചെയ്യുമ്പോൾ റൂക്ക് ടേക്സ് A7 എന്ന നീക്കം നടത്തിക്കൊണ്ട് വളരെ നല്ലൊരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുമായിരുന്നു. നൈറ്റ് D2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ആക്രമിക്കുകയായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. നൈറ്റ് D2, ബ്ലാക്ക് ബിഷപ്പ് C2 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ റൂക്ക് C1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ആക്രമിച്ച് ഒരു ബിഷപ്പ് ട്രാപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. ബിഷപ്പ് C4, നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. D ടേക്സ് C4, പോൺ E3, C4-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ഇപ്പോൾ പോണിനെ സംരക്ഷിക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ഒരു പീസ് പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. പോൺ B5, നൈറ്റ് ടേക്സ് B5, ബിഷപ്പ് B4 ചെക്ക്, കിങ് E2, C ടേക്സ് B5, ബിഷപ്പ് G2, നൈറ്റ് BD7, ബിഷപ്പ് ടേക്സ് A8. ബ്ലാക്കിന് ഒരു റൂക്ക് നഷ്ടപ്പെടുന്നു. ഇനി നമുക്ക് വൈറ്റിൻ്റെ 15ാമത്തെ നീക്കത്തിൽ G5 എന്ന നീക്കത്തിന് പകരം റൂക്ക് C1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ആക്രമിക്കുകയായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. റൂക്ക് C1, പോൺ G5, ബിഷപ്പ് ടേക്സ് G5, റൂക്ക് ടേക്സ് G5, റൂക്ക് ടേക്സ് C2, റൂക്ക് ടേക്സ് G4, റൂക്ക് ടേക്സ് G4, നൈറ്റ് ടേക്സ് G4. ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയില്ല. റൂക്ക് H5 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്ക് ഫ്ലാഗ് ഡൗൺ ആവുകയും ബ്ലാക്ക് പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ തുടർന്നുള്ള നീക്കങ്ങൾ നടക്കുകയായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ബിഷപ്പ് ടേക്സ് F5, റൂക്ക് ടേക്സ് H5, ബിഷപ്പ് ടേക്സ് D7 ചെക്ക്, കിങ് ടേക്സ് D7, റൂക്ക് ടേക്സ് H1,
ഇനി ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കും. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.